ഞാന് എന്റെ പെങ്ങളൊരിക്കൽ ശരിക്ക് വിളിച്ചു. പെങ്ങള് വീട് കൂടിയിരുന്ന ഉടനെ അപ്പൊ സാലിഹ് ജമലുല്ലൈലി തങ്ങൾ പാപ്പാന്റെ ഉറൂസ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന സമയത്താണ് എന്റെ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, വീട് കൂടിയിരുന്ന സമയം ഞാൻ ഇവിടുന്ന് ഉറൂസ് കഴിഞ്ഞ് വന്നതാ. അപ്പൊ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാന് ഈ കാട്ടില് പെരണ്ടാക്കി നോക്കുമ്പോ ഇറങ്ങണോടത്ത് മുഴുവനും പാമ്പാണ്. അങ്ങനെയല്ല, പാമ്പുള്ളടത്ത് പെരണ്ടാക്കിയ പാമ്പില്ലാതിരിക്കുവോ? അപ്പൊ ഇറങ്ങണോടത്ത് വേണം, അവിടെ ഇറങ്ങിയാലും പാമ്പ്, ഇങ്ങോട്ട് ഇറങ്ങിയാലും പാമ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു തമാശ പറഞ്ഞു, പാമ്പുള്ളടത്ത് പെരണ്ടാക്കിയ പിന്നെ പാമ്പുണ്ടാവില്ലേ എന്നോട് പറഞ്ഞ, എനിക്ക് എന്ത് പറഞ്ഞാലും തമാശയാണ്, ഞാനാണ് ഈ പേടിച്ച് വേജാറായിട്ട് വിളിച്ചതാ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നസനങ്ങൾ പാപ്പാന്റെ പേരില് ഇറച്ചിയും പത്തിരിയും കൊടുക്കാൻ നേർച്ചയിക്കാളാ. അന്ന് സാലിഹ് ജമലി നമ്മളെ വരപ്പുണ്ട്, അതിൽ ജമലി തങ്ങൾ പാപ്പുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ സ്പീക്കറിലാണ് പെരയിലുള്ളത്. അപ്പൊ ഉടനെ പറഞ്ഞു, നസനങ്ങൾ പാപ്പാന്റെ പേരിൽ ഇറച്ചിയും പത്തിരിയും കൊടുക്കാൻ നേർച്ചയിക്കാളാ, എന്നാ പാമ്പിനെ കാണൂല. ആ പറഞ്ഞു, ഞാൻ ശരി, ഞാൻ നേർച്ചയാക്കി, ഇനി അത് കാണരുത്, ഇത് ശരിക്കും നേർച്ചയാക്കിയ കാണൂല, ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞു, ശരിക്കും നേർച്ചയാക്കിയ കാണൂല. ഞാൻ ശരിക്കും നേർച്ചയാക്കി. അവിടുന്ന് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു, പിന്നെ കണ്ട ഇല്ല, നേർച്ചയും പത്തിരിയും കൊടുക്ക്, കണ്ടിട്ടില്ല. അങ്ങനെ ഇറച്ചിയും പത്തിരിയും കൊടുത്തു. മാത്രമല്ല, ഇന്ന് വരെ ആ വീട്ടിൽ പിന്നെ പാമ്പിനെ കാണലോ പാമ്പിന്റെ ശല്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ കൊല്ലത്തറായി 997 ആ സംഭവം. 997 നടന്ന സംഭവമാണ്, ഇന്നും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. ഇനി ഇന്നലെ മിഞ്ഞാറ്റെ കണ്ടുക്കണോന്നുള്ളത് അറിയില്ല. എന്തായാലും 2 ദിവസം മുമ്പ് കിട്ടിയ വീഡിയോ ആണ്. ഇയാളല്ലേ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ദിവസം ഷർട്ട് അടിക്കാൻ ടൈലർമാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കഥ പറഞ്ഞത്. അവിടെ കേട്ടെ, ഇതില് പാമ്പിനെ കണ്ടു കഴിഞ്ഞാല് എന്താ ചെയ്യാ? ധൈര്യമുള്ളവര് ഒരു മുണ്ടമ്പടി എടുത്തിട്ട് തച്ചണ്ട് കൊല്ലും, എന്നിട്ട് തോണ്ടി അപ്പുറത്തേക്കിടെ അല്ലെങ്കിൽ കുയ്ച്ചിട്ടേ ചെയ്യും. ഇന്നത്തെ കാലത്ത് പാമ്പിനെ തല്ലിക്കൊല്ലണമൊക്കെ ചിലപ്പോ കേസും കൊണ്ടാൻ വേണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ? പാമ്പാട്ടിനെ വിളിക്കുക, അത്രേ ഉള്ളൂ. സുരഭാവേ എന്തോ പറഞ്ഞിട്ടൊരു ചങ്ങായി ഉണ്ടല്ലോ, അയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വന്നിട്ട് കുറച്ചൊരു പട്ടിഷോ ഒക്കെ കാണിച്ചിട്ടാണെങ്കിലും വേണ്ട പാമ്പിനെ പിടിച്ചും കൊണ്ടുപോകും. ചിലപ്പോൾ എനിക്കൊരു കടിയൊക്കെ കിട്ടും, 1 2 കടിയൊക്കെ കിട്ടും. കട്ടി എനിക്കൊരു ബിസേ ഇല്ല. എന്നിട്ട് ഇങ്ങനെ അയിമ കുറച്ച് കളിയൊക്കെ കളിച്ചിട്ട് എന്തായാലും പിടിച്ചോണ്ടുപോകും. അതൊന്നും അല്ലെങ്കിൽ എന്താ ചെയ്യാ? അവിടുന്ന് പെരമാറുക. പാമ്പുകൊണ്ട് അങ്ങനെ ശല്യാണെങ്കിൽ അല്ലേ, അവർക്ക് കൊല്ലാനും വയ്യ, പാമ്പ് സൂരനെ വിളിക്കാനും വയ്യ, എന്നാ പിന്നെ അവിടുന്ന് വീട് മാറുക എന്നുള്ളതല്ലേ. അല്ലാണ്ട് ആർക്കെങ്കിലും ഇറച്ചിയും പത്തിരിയും കൊടുക്കാന്നും പറഞ്ഞിട്ട് ഈ പാമ്പുകൾ എന്തിനാ പോണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണേ. പാമ്പുകളുടെ ആവാസ കേന്ദ്രത്തിൽ ഉണ്ടാവും. അത് പല പാമ്പുകളും പല രീതിയിൽ ജീവിക്കുന്നതുണ്ട്, മാളത്തിൽ ജീവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പാമ്പിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ല, കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. കൂടുതൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും പാമ്പിനെ കൊണ്ട് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇറച്ചിയും പത്തിരിയും കൊടുക്കുക എന്നുള്ളത് ആരെയാണത് പഠിപ്പിച്ചത്? ഇസ്ലാമിന്റെ പേരിലാണോ ഇത്? തങ്ങൾ പാപ്പാക്ക് ഇറച്ചിയും പത്തിരിയും കൊടുത്താ തങ്ങൾ പാപ്പ വന്നിട്ട് പിടിച്ചാണെങ്കിൽ ഓക്കെ അല്ലേ? ഏതോ ഒരു തങ്ങൾ പാപ്പാന്റെ പേര് പറഞ്ഞു, ആ തങ്ങൾ പാപ്പാക്ക് ഇറച്ചിയും പത്തിരിയും ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുകയാണ്, ഇനി അല്ലെങ്കിൽ വിളിച്ചു കൊടുത്തിട്ട് തിന്നാൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ തങ്ങൾ പാപ്പ വന്നിട്ട് അതിനെ പിടിച്ച് തല്ലിക്കൊല്ലിയെ പിടിച്ചോണ്ടോകെ ചാക്കിലിട്ട് കൊണ്ടോകെ ഭരണിയിലാക്കി കൊണ്ടുപോയൊക്കെ വേണ്ടേ? ഇല്ല. പാമ്പ് ഇതാണ് കൊടുത്തു എന്ന് അറിഞ്ഞേക്ക് പാമ്പ് തെറ്റാ, ഇഷ്ടു പറഞ്ഞിട്ട് തെറ്റിക്കുകയാണെന്നാ പറഞ്ഞത്. എന്തെന്നോണെയാണ് മൂലിയാക്കന്മാരെ പറഞ്ഞത്? തങ്ങളും പാമ്പുമായിട്ട് എന്ത് ബന്ധം? പണ്ട് റിഫായി ഷേഖിന്റെ പേരിലായിരുന്നു. റിഫായി ഷേഖിൻ അത് ഉസ്താദെ കുടിയില് വലിയ പാമ്പിന്റെ ശല്യാണ് എന്ന് പറയുമ്പോ ഉസ്താദ് പറയുന്നറിയോ? ഒരു 10-50 റുപ്യ അന്നത്തെ കാലത്ത്. ഇന്നിപ്പോ 500 കഴിക്കണോ? 500, 250, 1000 കൊടുക്കണോ, 2000 കൊടുക്കണോലൊക്കെ ഉണ്ട്. അപ്പോ അന്ന് 10-50 കിട്ടുന്ന കാലത്ത് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് വല്ലവരും പറയും, ഉസ്താദെ കുടിയിൽ വലിയ പാമ്പിന്റെ ശല്യാണല്ലോ ഉസ്താദെ എന്ന് പറയുമ്പോ ഉസ്താദ് പറയും, അതിനൊരു കാര്യം ചെയ്താലും റിഫായി ഷേഖിന്റെ പേരിൽ ഒരു മൗലൂദാണ് ചൊല്ലിക്കളയും. ആരാ മൗലൂദില്ല? പോലെന്നെ. അപ്പൊ പറയും, അന്ന് ഉസ്താദ് നിങ്ങൾ കുടിക്ക് വരും, മരിബി കഴിഞ്ഞിട്ട് കുടിക്കേണ്ടി വരും എന്ന് പറയുമ്പോ ഉസ്താദ് മരിബിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടാണ് ചെല്ലും. 4 ഇക്കായത്തും 2 ബെയ്ത്തും പാടി കഴിഞ്ഞാല് ഉസ്താദിന് കോഴി ഇറച്ചിയും പത്തിരി, അല്ലെങ്കിൽ ബീഫ് കുറവായിരിക്കും. പണ്ടൊക്കെ വളർത്തു കോഴികളുണ്ടല്ലോ,
നാടൻ കോഴിയല്ലേ, സെറ്റപ്പ് അല്ലേ. ഇപ്പൊ പിന്നെ അൽഫാമും മന്തിയൊക്കെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷുർബാനിയൊക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും ഇൻഷാ അല്ലാഹ് അവരുടെ ഭക്ഷണകാര്യം ഒന്നല്ല പറഞ്ഞത്, അത്രേ ഉള്ളൂ അതിന്റെയൊക്കെ അടിസ്ഥാനം. പണ്ട് കാലത്ത് ഇത്രയും അറിവില്ലാത്ത, ഇത്രയും കാര്യങ്ങള് തിരിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. പണ്ടത്തെ ആളുകൾക്കാണ് വലിയ വിവരം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ 4-1 10-1 ആ ഒരു പലതരത്തിൽ ഈ ശാസ്ത്രം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഈ ശാസ്ത്രത്തിന്റെ വളർച്ച ഇന്ന് എനിക്ക് ഏതൊരു കാര്യവും ഇവിടെ ഇരുന്നു കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലുള്ള ആൾക്കും സെക്കൻഡുകൾക്കുള്ളിൽ ആ ആളോട് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ കഴിയും. എന്നാല് കുറച്ച് കാലങ്ങൾ മുമ്പേ, ഞാൻ 98-ലോ മറ്റോ ആണ് മൊബൈല് ഉപയോഗം തുടങ്ങിയത്. അതിനു മുമ്പേ ലാൻഡ് ഫോണേ കണ്ടിട്ടുള്ളൂ. ലാൻഡ് ഫോൺ തന്നെ എന്റെ കുട്ടിക്കാലത്തൊക്കെ 1-2 ലാൻഡ് ഫോണാണ് ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നത്. ഒരു മരമില്ലുണ്ട്, മരമില്ലിലും പിന്നെ പോസ്റ്റ് ഓഫീസിലും പിന്നെ ഏതോ 1-2 വീടുകളില്, അതും വിട്ടുവിട്ടുള്ള വീടുകളിലാ, അത്രേ ഉള്ളൂ. പിന്നീട് അതിനിടക്ക് സുലഭമായിട്ട് കണ്ടിരുന്നത് STD ബൂത്തുകളാണ്, മൊബൈൽ വന്നു കൊടുക്കണേ, അതും തീർന്നു. അപ്പോ അത്രേ ഉള്ളൂ പുറം ലോകവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ അന്ന് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് അതും ഇല്ലാത്ത കാലം ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ ലൈറ്റ് ഇല്ലാതെ ചിമ്മിണി വിളക്ക് പോലും കത്തിക്കാൻ, പാട്ടവിളക്ക് അതുപോലും കത്തിക്കാൻ മണ്ണെണ്ണയില്ലാണ്ട് ചൂട്ടും കൊണ്ട് കടന്നിരുന്നില്ലേ. അപ്പോ 50 കൊല്ലം മുമ്പേ മരിച്ചു പോയ ഒരാളെ നാളെ നമ്മള് മഷറയിൽ വെച്ച് കാണുകയാണ്. നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം ഞങ്ങളൊക്കെ ഫോണൊക്കെ പോക്കറ്റിലിട്ടിട്ടാ നടന്നിരുന്നത് എന്ന് പറഞ്ഞാല്, അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകളുടെ ഒക്കെ ജോലി പോയി. ഒക്കെ AI പോലെയുള്ള സംവിധാനങ്ങളാണ് പണിയെടുത്തിരുന്നത്. ജോലിക്കാരുടെ ജോലിയൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി. ഇപ്പൊ നമ്മളെ ഗൂഗിളിൽ കുറെ ആൾക്കാരുടെ ജോലി പോയില്ലേ. ഇനി ഗൂഗിളിൽ മാത്രമല്ല, ഒരു ആശുപത്രി ഉദ്ഘാടനത്തിന് നിൽക്കുന്നുണ്ട്. ഈ 24ഓളം AI ഡോക്ടർമാരുള്ള, അത് 2 വർഷം കൊണ്ട് അത്രയും ഡോക്ടർമാർ ചികിത്സിക്കേണ്ട രോഗികളെ അവർ 10 മണിക്കൂർ കൊണ്ട് ചികിത്സിച്ച് സുഖപ്പെടുത്തി പോകും. ഇനി മരിച്ചാളാണെങ്കിൽ മരിച്ചാൻ വിട്ടുകൊടുക്കും. ആ ഒരു രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മക്കളുടെ കാലത്തേക്ക്, അല്ലെങ്കിൽ മക്കളുടെ കാലത്തേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ലോകം നശിച്ചു പോകും. അതിനൊരു ഉദാഹരണം ഉള്ളത്, UAE ഭരണാധികാരിയോട് അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചും മറ്റുമൊക്കെ ചോദിച്ചപ്പോ, അതുപോലെ അന്നത്തെ കാലഘട്ടമൊക്കെ ചോദിച്ചപ്പോ, എന്റെ 2 തലമുറ മുമ്പുള്ള ആളുകളൊക്കെ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പോ മെഴ്സിഡസ് ബെൻസിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മകൻ റേഞ്ച് റോവറിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ അടുത്ത എന്റെ മകന്റെ മകനോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത തലമുറയോ വീണ്ടും ഒട്ടകപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. അതായത് അധ്വാനിക്കുന്ന ആളുകള് അവര് നല്ല രീതിയിലേക്ക് വളർന്നു വരും. വളർന്നു വന്നു കഴിഞ്ഞാൽ സുഖലോലുപതയിൽ നിൽക്കുന്ന ആളുകള് അവര് മടിയന്മാരാവും. കഠിനാധ്വാനികളായ പൂർവികർ നമുക്ക് ഉണ്ടാക്കി തന്ന ആ കാര്യങ്ങളുണ്ടല്ലോ, അത് സുഖത്തിൽ അടിമപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ ഈ ഭൂലോകത്തുള്ള ചില സുഖ സൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട് മടിപിടിച്ചുകൊണ്ട് അവര് നശിപ്പിച്ചു കളയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അടുത്ത ഒരു തള്ളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.